ശ്രീ എ സമ്പത്ത്, ഷാബു പ്രസാദ് അടക്കമുള്ള BJP സഹയാത്രികരും BJPയും പറയുന്നത് ഇത്തരത്തിൽ കോടതി വിധിക്കും ജഡ്ജിമാർക്കുമെതിരെ പരമോന്നത കോടതിക്കുമെതിരെ ഒരു വാദം പരസ്യമായി അതിരുവിട്ട് ചെയ്ത MP-മാരെ വിലക്കുന്നു. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയുന്നു. അത് BJPയുടേതല്ലെന്ന് പറയുന്നു. ഒരു ദേശം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതല്ലാതെ പിന്നെ അതിനപ്പുറം എന്താണ് ചെയ്യാനാകുന്നത്? അത് സത്യമല്ലേ? അതിനെ എതിർത്തു, അവരെ വിമർശിച്ചു. അവിടെ തീർന്നില്ലേ ആ സംഭവം? ശ്രീ എ സമ്പത്ത്, അജിംഷാദെ, നമ്മുടെ ബഹുമാനപ്പെട്ട ചങ്ങാതി ശ്രീ ഷാബു പ്രസാദ് ചില ചർച്ചകളിൽ അദ്ദേഹം വലതുപക്ഷ നിരീക്ഷകനാണ്. ഇന്നിപ്പോൾ ചർച്ചയിൽ അദ്ദേഹം BJP സഹയാത്രികനാണ്. വേറെ ചില ചർച്ചകളിൽ BJP എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിന് താഴെ എഴുതി കാണിക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 10 മിനിറ്റായി താങ്കളും അദ്ദേഹവും കൂടി നടത്തിയതായിട്ടുള്ള ഈ ചർച്ചകളിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ എണ്ണയിട്ട് വാഴയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വിഷയം എന്നത് ഭരണഘടനാപരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ മോണ്ടസ്ക്യൂവിൻ്റെ തിയറി അനുസരിച്ചുള്ള സെപ്പറേഷൻ ഓഫ് പവേഴ്സിൽ അത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്ത് നിന്ന് അത്തരത്തിൽ രൂപപ്പെട്ടു വന്നത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിനോട് ഉത്തരവാദിത്വമുള്ളതായിരിക്കണം, ലെജിസ്ലേച്ചർ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളതായിരിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രജകളല്ല, പൗരന്മാരാണ്, കൊച്ചു കുട്ടികളടക്കം പൗരന്മാരാണ്, വോട്ടവകാശമില്ല എങ്കിൽ പോലും. ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും അത്തരത്തിൽ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് കാര്യനിർവഹണ സമിതി എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ, അങ്ങനെ ബില്ലുകൾ പാസ്സാക്കി അത് നിയമമായി വരുന്നത്, ഇതെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമാണോ, ഭരണഘടനാ വിരുദ്ധമാണോ, മൗലികാവകാശങ്ങളുടെ ലംഘനമാണോ, ഇത്തരം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ റിവ്യൂ നടത്തുന്നതിന് സുപ്രീം കോടതിയുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് വരെ ചോദ്യം ചെയ്താൽ അത് തെരഞ്ഞെടുപ്പ് നിയമവിരുദ്ധമായിട്ടാണ് എങ്കിൽ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമുണ്ടെങ്കിൽ അത് അസാധുവാക്കാൻ വരെ അധികാരമുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള ഒരു കോടതിയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി. സുപ്രീം കോടതി പലപ്പോഴും അതിപ്പോൾ ഭരണകൂടം എന്നത് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും എൻ്റെ അന്നം എന്നത് മൈ ഡെയിലി ബ്രെഡ് എന്നുള്ളത് ഞാൻ ഒരു അഭിഭാഷകനായി ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയും, ഈ ഭരണകൂടത്തിൻ്റെതായ വർഗ സ്വഭാവത്തിൽ നിന്ന് ജുഡീഷ്യറിയും വ്യത്യസ്തമല്ല. അത് ലെജിസ്ലേച്ചർ ആയാലും എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും വ്യത്യസ്തമല്ല. ഭരണകൂടത്തിൻ്റെതായ ഒരു വർഗ സ്വഭാവമുണ്ട്. അതിന് ഷാബു പ്രസാദ്, എൻ്റെ ബഹുമാന്യനായ ചങ്ങാതി, എന്നെ എങ്ങനെ കളിയാക്കിയിരുന്നാലും അതങ്ങനെ തന്നെയാണ്. സത്യമല്ലാതാകുന്നില്ല. ഇവിടെ നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 5 ഭാഗം 5, ആ 5-ലാണ് യൂണിയനെ സംബന്ധിച്ച് പറയുന്നത്. യൂണിയനെ സംബന്ധിച്ച് പറയുന്നതിൽ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പാർലമെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിപാദിച്ചു പോവുകയാണ്. ഒരു പാർലമെൻ്റ് അംഗം ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്ന ആളാണോ അല്ലയോ? തിരഞ്ഞെടുക്കപ്പെടുന്ന നിമിഷം മുതൽ രാജ്യസഭാംഗവും ലോക്സഭാംഗവും ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന ആളാണ്. അതായത് ഭരണഘടനാ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നവരാണ്. ഭരണഘടനാ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണല്ലോ ഉപരാഷ്ട്രപതിയും അടക്കം വരിക. ഭരണഘടനാ സ്ഥാപനം കൂടിയാണ്. എങ്ങനെ? ഓഫീസ് ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ എന്നാണ് പറയുക. ഭാഗം 5 യൂണിയൻ ഓഫ് ഇന്ത്യ, അതിൽ ചാപ്റ്റർ 1 അധ്യായം 1. നമ്മുടെ പ്രേക്ഷകരും ഭരണഘടനയെക്കുറിച്ച് കൂടി അറിയണമല്ലോ. നമ്മളിപ്പോൾ വേറെ എന്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നാലും, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നാലും ഭരണഘടന അല്ലാതാകുന്നില്ല. എത്രമാത്രം അട്ടിമറിക്കാനായി ആരെല്ലാം എങ്ങനെ ശ്രമിച്ചിരുന്നാലും ഈ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അത് അഭംഗുരം അനുസ്യൂതം തുടർന്നേ മതിയാകൂ എന്നുള്ളത് സുപ്രീം കോടതിയുടെ തന്നെ ഉത്തരവാണ്. ഇനി എല്ലാ രാജ്യസഭാ അംഗങ്ങളും എല്ലാ ലോക്സഭാ അംഗങ്ങളും കൂടി വിചാരിച്ചാൽ പോലും ഇന്ത്യയുടെ ഈ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മാറ്റമുണ്ടാക്കാൻ കഴിയില്ല. ഭേദഗതികൾ കൊണ്ടുവരുന്നത് കൊണ്ട് ഒരു ശില്പം അവിടെ ഉണ്ട്, ഒരു പ്രതിമ അവിടെ ഉണ്ട്. അങ്ങനെ നോക്കിയാലേ അജിംഷാദെ, ഒരു പ്രതിമ അവിടെയുണ്ട്, ഒരു ശില്പം അവിടെയുണ്ട്. നമുക്കതിൽ ഭേദഗതികൾ വരുത്തുന്നത് കൊണ്ട് അതിൻ്റെ കൈയങ്ങ് മാറ്റാം, കാലങ്ങ് മാറ്റാം, അതിൻ്റെ തലയങ്ങ് മാറ്റാം. ഇതാണ് ഭേദഗതി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാനായി കഴിയില്ല. സുപ്രീം കോടതിയിൽ അന്നുണ്ടായ വാദത്തെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ആർട്ടിക്കിൾ 63 എടുക്കുക, അനുച്ഛേദം 63. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 63 അനുച്ഛേദം 63 ഉപരാഷ്ട്രപതിയെക്കുറിച്ചാണ് പറയുന്നത്, വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച് അപ്പോൾ ശ്രീ ധൻഖറിനെ കുറിച്ചാണല്ലോ ഒരു പരാമർശം ഇവിടെ വന്നത്. അദ്ദേഹം
സഭയിലില്ലാത്ത ആളുകളെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ വൈസ് പ്രസിഡൻറ്റ്, ദർ ഷാൽ ബി എ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ പറയുമ്പോൾ 65(1) അനുച്ഛേദം ഇങ്ങനെയാണ് പറയുന്നത്. 65(1) ഇൻ ദ ഈവൻറ്റ് ഓഫ് the occurrence of any vacancy in the office of the president by reason of his death, resignation or removal or otherwise, the vice president shall act as president until the date on which a new president elected in accordance with the provisions of this chapter to fill such vacancy enters upon his office. അതായത് ഇന്ത്യയുടെ പ്രസിഡന്റ്, രാഷ്ട്രപതി അങ്ങനെ ആ ഒരാൾ അവിടെ ഇല്ലാതാകുന്നു എങ്കിൽ ഉപരാഷ്ട്രപതി അപ്പോൾ തന്നെ ആ പാദുകത്തിലേക്ക് അണിയുകയും ആ സ്ഥാനത്തേക്ക്, ആ കസേരയിൽ ഉപവിഷ്ടനാവുകയും ആ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കാൻ, ചൊല്ലിക്കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടയാളാണ് ആരാ? ഉപരാഷ്ട്രപതി. ആ ഉപരാഷ്ട്രപതി എന്ന ഭരണഘടനാ സ്ഥാപനം എന്താ പറയുന്നത്? ഇന്ത്യയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഉപരാഷ്ട്രപതിമാർ അത്തരത്തിൽ, പ്രധാനമന്ത്രിമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കും, വ്യംഗ്യമായോ നേരിട്ടല്ലാതെയോ. അടുത്ത കാലത്താണ് നേരിട്ട് ചില കാര്യങ്ങൾ. ശരി, പാർലമെൻറ്റിനകത്ത് ചില അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ, പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രസംഗങ്ങൾ ജഡ്ജിമാരെ സംബന്ധിച്ച് വ്യക്തിപരമായി പരാമർശിക്കുന്ന നിലയിലോ ജുഡീഷ്യറിയുടെ അതിൻ്റെ ആ ഭരണഘടനാ മഹത്വത്തിന് ഇടിവ് സംഭവിക്കാൻ സാധ്യതയുള്ള നിലയിലേക്ക് വാക്കുകൾ പുറത്തു വരുന്നു എന്ന് സഭാധ്യക്ഷന്, സ്പീക്കറോ ചെയറിന് തോന്നിയാൽ അപ്പോൾ തന്നെ അവിടെ ഇടപെടുകയും നിയന്ത്രിക്കുകയും പറഞ്ഞാൽ രേഖകളിൽ നീക്കം ചെയ്യുകയും ചെയ്യും. ഇതാണ് പാർലമെൻറ്റിലുള്ള പ്രൊസീജിയർ. ഇത് ഭരണഘടന എഴുതി വെച്ചിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ, ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടിയാണിത് പറഞ്ഞത്. ഇവിടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തന്നെ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം, അദ്ദേഹം ഇങ്ങനെ ഒരു വാതിലിങ്ങനെ തുറന്നിട്ട് കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും മുമ്പേ ഗമിച്ചിടുന്ന ഗോവ് തന്നെയുടെ പിന്നാലെ ഗമിച്ചിടുന്ന ബഹു ഗോക്കളെല്ലാം എന്നുള്ളത് പോലെ നിങ്ങളായിക്കോളൂ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ ഇദ്ദേഹം ഇത് മാത്രമാണോ ചെയ്തത്? ഇത് മാത്രമല്ല ചെയ്തത്. തൻ്റെ സഭയിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ അവിടെ പറയേണ്ടതും അവിടെ അംഗങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതോ അല്ലെങ്കിൽ അവിടെ അവരെ സംബന്ധിച്ച് പരാമർശിക്കേണ്ടതോ ആയ കാര്യങ്ങൾ സഭയ്ക്ക് വെളിയിൽ വന്നിട്ട് പൊതുയോഗത്തിൽ പറയുന്ന നിലയിലേക്ക് അങ്ങനെ മാറുന്ന സ്ഥിതിയിലേക്ക് ഇതും അവിടെ ഉണ്ടായി. തീരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ച്. പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. 16-24 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, 16 എണ്ണത്തിൻ്റെ അധ്യക്ഷന്മാർ ലോക്സഭാ അംഗങ്ങളും 8 എണ്ണത്തിൻ്റേത് രാജ്യസഭാ അംഗങ്ങളും. ചില പ്രധാനപ്പെട്ട പാർലമെൻ്ററി സമിതികളുടെ സെക്രട്ടേറിയറ്റിൻ്റെ അതിൻ്റെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി തൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളെ നിയോഗിച്ചു. ഈ നമ്മുടെ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി സമ്പ്രദായത്തിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമല്ലേ? സെക്രട്ടേറിയറ്റ്, ലോക്സഭാ സെക്രട്ടേറിയറ്റിലെയും രാജ്യസഭാ സെക്രട്ടേറിയറ്റിലെയും ജീവനക്കാരും ഓഫീസർമാരും ചെയ്യേണ്ട പണി പാർലമെൻറ്റ് അംഗം പോലും അല്ലാത്ത ഉപരാഷ്ട്രപതി ഇത്തരത്തിൽ കൈയാളുന്ന നിലയിലേക്ക് അവിടെ വന്നു. ഇന്ന് നിഷികാന്ത് ദുബെ നടത്തിയതായ പ്രസ്താവന, അപ്പോൾ അദ്ദേഹത്തിനെതിരായി കോടതി ക്രിമിനൽ കണ്ടംപ്റ്റ് ഓഫ് ആക്ഷൻ അത്തരത്തിൽ അങ്ങനെ അത് വേണമെന്നുള്ള നിലയിലേക്ക് ഒരു അഭിഭാഷകൻ തന്നെ അറ്റോർണി ജനറലിന് കത്ത് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി അറ്റോർണി ജനറൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള നിയമ നടപടികൾ അങ്ങനെ നടക്കുന്നെങ്കിൽ ആയിക്കോട്ടെ. സുപ്രീം കോടതി സുവമോട്ടോ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ വാസ്തവത്തിൽ ഇങ്ങനെ ശ്രീ നിഷികാന്ത് ദുബെയിൽ നിന്ന് പരാമർശം ഉണ്ടാവാൻ പാടില്ല. BJP ഓൺ ചെയ്യുന്നോ ഡിസോൺ ചെയ്യുന്നോ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നത് BJP എപ്പോഴെങ്കിലും അത് നല്ലതാണ്, ഇത് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞങ്ങളുടെ ആളുകളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്തായിരുന്നു, ഈ 48 മണിക്കൂറിന് മുമ്പല്ലേ, ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് തലേന്നല്ലേ അതിലെ പ്രധാനപ്പെട്ട പ്രതിയെ തുറന്നു വിട്ടത്, മാലയിട്ട് സ്വീകരിച്ച് പുറത്തു വിട്ടത്. BJP എപ്പോഴാണ് തള്ളിപ്പറഞ്ഞത്? ബിൽക്കിസ് ബാനുവിൻ്റെ കേസിനെ എപ്പോഴാണ് തള്ളിപ്പറഞ്ഞത്? എപ്പോഴാണ് ഗുജറാത്തിലെ കൂട്ടക്കൊലയെ തള്ളിപ്പറഞ്ഞത്? എപ്പോഴാണ് അവർ ഈ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിരുന്നല്ലോ കൊല്ലപ്പെട്ടു പോയ അല്ലേ അവിടെ ഗുജറാത്തിൽ നിന്ന് മറന്നുപോയതെല്ലാം ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടവന് എന്തോ പറഞ്ഞു, ജാഫ്രി ഇടപെട്ടതാണോ? അതല്ല, ഞാൻ MP-യുടെ പേര് പറഞ്ഞതാണ്. ഇഷാൻ ജാഫ്രിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അതെ, ഇഷാൻ ജാഫ്രിയുടെ വിധവ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്തിടയ്ക്കാണ് മരണപ്പെട്ടത്. ഷാലിമാർ എന്ന തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റേത് BJP എവിടെ തള്ളിപ്പറഞ്ഞ്? ഇനി ഇതുകൊണ്ട് മാത്രം തീരുന്നോ? ഇല്ലല്ലോ. മാധ്യമപ്രവർത്തകരടക്കം കൊല്ലപ്പെട്ടത്, ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടത്, ധബോൾക്കർ കൊല്ലപ്പെട്ടത്, ഗോവിന്ദ പൻസാര കൊല്ലപ്പെട്ടത് എപ്പോഴാണ് തള്ളിപ്പറഞ്ഞത്? എവിടെയാണ് തള്ളിപ്പറഞ്ഞത്? ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ തലയ്ക്ക് 2 കോടി രൂപ വിലയിട്ടു ഒരു RSS നേതാവ്. എപ്പോഴാണ് RSSൻ്റെ നേതാക്കൾ ഈ പറയുന്ന BJPയുടെ നേതാക്കൾ തള്ളിപ്പറഞ്ഞത്?
ഞങ്ങളാരും പറഞ്ഞിട്ടല്ല ഇതിനെ ഞങ്ങൾ തള്ളിപ്പറയണമെന്ന് എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്? അവരൊരിക്കലും ഇതിനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. കാരണം ഒരു കിനാവള്ളിയുടെ ഒരു ഒക്ടോപ്പസിൻ്റെ ഒരു കരം ചെയ്യുന്നത് മറ്റൊരു കരം അറിയേണ്ടതില്ല, അങ്ങ് ചെയ്തുകൊള്ളുക എന്നുള്ള നിലയിലാണ്. ഇതെല്ലാം കരങ്ങളാണ്, അത്രയേ ഉള്ളൂ. ആ കരങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പലപ്പോഴായി. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ അടിസ്ഥാന ശിലകളെ തകർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി ഇനി ജുഡീഷ്യറി അടക്കം വിരട്ടി പരിധിയിലാക്കാമോ അതാണ് അതിന്റെ ചോദ്യം. ശ്രീ ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറേ നാളായി ഇവരിങ്ങനെ ഇൻവെർട്ടഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും